എലത്തൂർ ട്രെയിൻ തീവെപ്പ് സംഭവത്തിൽ തീവ്രവാദ ബന്ധം വ്യക്തമാക്കുന്നുവെങ്കിൽ അത് ഗൗരവമുള്ളതാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നത് തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും ഗവർണർ പറഞ്ഞു. Whether it is a lone wolf or it is part of any conspiracy, it raises serious questions. ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയെ പോലീസ് ക്യാമ്പിൽ വെച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇതിനായി AR ക്യാമ്പിൽ എത്തുകയായിരുന്നു. തെളിവെടുപ്പിന് ഷാരൂഖ് സൈഫിയെ ഷൊർണൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് സൂചന. ഷാരൂഖ് സൈഫിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി 4 ദിവസം പിന്നിടുന്നതിനിടയിലാണ് പ്രതിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ സംഘം AR ക്യാമ്പിലെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 1 മണിക്കൂറിനകം പോലീസ് വാഹനത്തിൽ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം മടങ്ങി. അതേസമയം IG-മാരായ നീരജ് കുമാർ ഗുപ്ത, രാജ്പാൽ മീണ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഷാരൂഖിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഷാരൂഖിനൊപ്പം മറ്റൊരാൾ കൂടി സഹായത്തിനുണ്ടായിരുന്നതായുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുന്ന ഷൊർണൂരും എലത്തൂരും കണ്ണൂരും പഴുതടച്ച സുരക്ഷയൊരുക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇയാൾക്കെതിരെ UAPA ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വിവരം. കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്.